ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നാട്ടിൽ വെച്ച് എടുത്തതാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഒരു സന്തോഷം. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണിത്. പോകും വഴിക്കുള്ള വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ റെഡിയായി ഓട്ടോ കാത്തിരിക്കുന്നതാണ്. ബസ്സിലാണ് പോകുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ പോയത്. അപ്പോൾ 6 മണിക്ക് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. 5 മണിയായപ്പോഴേ എല്ലാവരും റെഡിയായിരിക്കുകയാണ്. ഞങ്ങൾ ഗുരുവായൂർ പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. ഇന്നലെ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഉറങ്ങാതെ കിടന്നതാണെന്നാണ് തോന്നുന്നത്. 4:30 തന്നെ എഴുന്നേറ്റ് റെഡിയായി ഇരിക്കുകയാണ്. 6:30 ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ്. അപ്പോൾ നമുക്ക് പോകാം. ഗുരുവായൂർ പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് തൊട്ടടുത്ത ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ വൈകിട്ട് 4 മണിക്ക് അവിടെ ചെന്നു. ബസ്സിലായിരുന്നു പോയത്. കുളിച്ച് 5 മണിയായപ്പോൾ തൊഴാൻ കയറി. ഒരു ക്യൂ നിന്നത് 5:15-നായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് തൊഴാൻ നമുക്ക് സാധിച്ചത്. പിന്നീട് രാത്രി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വന്ന് കിടന്നുറങ്ങി. തൊട്ടടുത്ത ദിവസം രാവിലെ റെഡിയായി പോവാണ്. അപ്പോൾ രാവിലെ ഒന്നുകൂടി തൊഴാനെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ തൊഴാൻ പോകുന്ന വീഡിയോ ആണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് മമ്മിയൂർ പോയി. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മമ്മിയൂരും പോയി തൊഴണമെന്നാണല്ലോ പറയാറ്. അപ്പോൾ മമ്മിയൂരും പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനി അവിടുന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയത് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരുപാട് വർഷമായി അമ്പലത്തിലൊക്കെ പോയിട്ട്. ഓരോരോ കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ പോകുമ്പോൾ നമുക്കതിനൊന്നും സാധിക്കാറില്ല. ചിലപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ മറ്റോ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് 30 ദിവസം 40 ദിവസം പോകുന്ന അറിയില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ മാത്രം പോയിട്ട് ഞങ്ങളിങ്ങ് ഗൾഫിലേക്ക് വരിക ചെയ്യാറ്. അപ്പോൾ ഞങ്ങളൊരു അവിടെ നിന്നൊരു വണ്ടി വിളിച്ചിട്ടാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോയത്. പോയ വഴിക്ക് റസി ടീച്ചറിൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാം സമയപരിമിതി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ 1:30 മണിയായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ടീച്ചറിൻ്റെ വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് 4:30 ഇറങ്ങി ഞങ്ങൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ബസ്സിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്നായിരുന്നു. എങ്കിലും കൊടുങ്ങല്ലൂർ അമ്പലത്തിലും ഗുരുവായൂർ അമ്പലത്തിലും ഒക്കെ പോകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.